നമസ്കാരം. ആത്മീയയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാൻ ഓരോ ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപ്രകാരം ഇന്ന് നമ്മൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി ഏത് ഏഞ്ചൽ നമ്പറാണ് ഉപയോഗിക്കേണ്ടത്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നെല്ലാമാണ് കാണുവാനായിട്ട് പോകുന്നത്. അതായത് ഇന്ന് അഷ്ടമി തിഥി ദിവസമാണ്. അഷ്ടമി എന്ന് പറയുമ്പോൾ പൗർണമി തിഥി കഴിഞ്ഞു വരുന്ന 8ാമത്തെ ദിവസവും അതുപോലെ തന്നെ നമുക്ക് അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന 8ാമത്തെ ദിവസവുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് തേയ്പിറ അഷ്ടമി എന്ന് പറയുന്നത്. പൗർണമി തിഥി കഴിഞ്ഞു വരുന്ന 8ാം ദിവസത്തെ തേയ്പിറ അഷ്ടമി എന്ന് പറയും. നമ്മുടെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഈ ഒരു ദിവസത്തെ വഴിപാടുകൾക്കും പൂജകൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ പൂജകളും വഴിപാടുകളും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ പൂർണ്ണ ഫലം നമ്മുടെ ജീവിതത്തിൽ വേണം എന്നാഗ്രഹമുള്ളവർ കുളിക്കുകയോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പുലവാലായ്മയാണ് എന്നൊന്നും ശ്രദ്ധിക്കുകയോ ഒന്നുമില്ലാതെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാനായിട്ട് പോകുന്നത്. ഏതൊരാഗ്രഹങ്ങളെയും ഈ ഒരൊറ്റ ദിവസത്തിലൂടെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും. ഈ ഒരു ദിവസം മാത്രം എന്ന് പറയുമ്പോൾ ഈ മാസത്തോടു കൂടി അവസാനിക്കുന്നില്ല. എല്ലാ മാസങ്ങളിലും തേയ്പിറ അഷ്ടമി തിഥി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ മാസങ്ങളിലെയും തേയ്പിറ അഷ്ടമി ദിവസത്തിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പ്രധാനമായിട്ടും പറയട്ടെ, ഇത് ആർക്കു വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാവുന്ന ഒരു മെത്തേഡാണ്. പെട്ടെന്ന് അത്യാവശ്യമായിട്ട് നമുക്കൊരു തുക ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി വേറെ ആരോടെങ്കിലും നമ്മൾ കടമായിട്ട് ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടുമോ ഇല്ലയോ എന്ന സംശയത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ട്രൈ ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നിറവേറി കിട്ടണമെന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്, ആ ശുഭവാർത്ത നമ്മളെ എത്രയും പെട്ടെന്ന് തേടി എത്തുമെന്ന് നമ്മൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഇന്നു രാത്രി 12 മണി വരെ നമുക്ക് സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും, അതായത് ജോലി തിരക്കുകൾ എത്രയുണ്ടെങ്കിലും 1 സെക്കൻഡ് മാത്രം മതി നമുക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുവാനായിട്ട്. ഉറങ്ങുന്നതിന് മുന്നേയോ ഇനി യാത്രക്കിടകളിലാണെങ്കിലോ ഇനി നൈറ്റ് ഷിഫ്റ്റ് ആണ്, ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് പറയുന്നവർക്കാണെങ്കിലും ഏതൊരു സന്ദർഭങ്ങളിൽ വേണമെങ്കിലും ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ മെത്തേഡ് ട്രൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഏറ്റവും വലിയ ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം ഇത് എഴുതുവാനായിട്ട്. അതായത് ചെറിയ ആഗ്രഹമാണെങ്കിലും വലിയ ആഗ്രഹമാണെങ്കിലും സാരമില്ല, ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. അതിനുശേഷം ആ ആഗ്രഹം നിറവേറി കിട്ടുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് കാലഭൈരവ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഇടത് കൈയുടെ നടുവിരലിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ നമ്പർ എഴുതാം. നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാത്തതും പുതിയതുമായിട്ടുള്ള നമ്പറുകളൊന്നുമല്ല. 888 എന്നുള്ള ഏഞ്ചൽ നമ്പറാണ്. അതായത് 888 എന്നുള്ള നമ്പർ നമുക്ക് ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നമ്മുടെ ഇടത് കൈയിലെ നടുവിരലിൽ എഴുതാവുന്നതാണ്. നടുവിരലിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ചെറുതായിട്ടോ വലുതായിട്ടോ എഴുതാം. മറ്റുള്ളവർ കാണാതിരിക്കുവാൻ വേണ്ടിയാണെങ്കിൽ ചെറിയ നമ്പറുകളായിട്ട് എഴുതാം. ഇനി കണ്ടാലും കുഴപ്പമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ വലിയ നമ്പറുകളായിട്ട് എഴുതാം. എന്തുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ നമ്പർ പ്രത്യേകിച്ച് എഴുതുവാൻ പറയുന്നത് എന്നാൽ അഷ്ടമി എന്ന് പറയുമ്പോൾ 8 എന്നാണ് അർത്ഥം. കാലഭൈരവരുടെ പ്രധാനപ്പെട്ട അക്കം എന്ന് പറയുന്നത് 8 ആണ്. മാത്രമല്ല പൗർണമി കഴിഞ്ഞു വരുന്ന 8ാം ദിനവുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് 8 മണിക്ക് മുന്നേ അല്ലെങ്കിൽ 8 മണി 8 മിനിറ്റ് വരെയുള്ള സമയത്ത് ഈ നമ്പർ എഴുതുവാൻ സാധിക്കുകയാണെങ്കിൽ ഉത്തമം. ഇനി അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉറങ്ങുന്നതിന് മുന്നേ എപ്പോൾ വേണമെങ്കിലും എഴുതി കിടക്കാവുന്നതാണ്. ഇന്ന് ഇത് ഒരൊറ്റ പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി. ദിവസവും എഴുതണോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇന്ന് 8ാം ദിവസമായതിനാൽ ഒരൊറ്റ പ്രാവശ്യം നമുക്കിത് എഴുതി കിടക്കാവുന്നതാണ്. ഏത് ആഗ്രഹമാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എങ്കിലും എഴുതി കഴിഞ്ഞതിനു ശേഷം നമ്മൾ മാനസികമായിട്ടെങ്കിലും ഈ യൂണിവേഴ്സിനോടും കാലഭൈരവ ഭഗവാനോടും നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. ഏതൊരു കാര്യങ്ങൾക്കും നമ്മൾ എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് ഈ പ്രപഞ്ചത്തോട് പ്രകടിപ്പിക്കുന്നുവോ അത്രയും വേഗതയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും.
ഇപ്പോൾ പലരും ദൈവിക വഴിപാടിനെയും പ്രപഞ്ച വഴിപാടിനെയും വേർതിരിച്ചു കാണുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്ന, നമുക്കറിയാത്ത, നമ്മുടെ കൺമുന്നിൽ നമ്മൾ ഇതുവരെയും കാണാത്ത ദൈവം തന്നെയാണ് ഈ പ്രപഞ്ചമെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. അതുതന്നെയാണ് സത്യം. നമുക്കറിയാത്ത ഒരു അദൃശ്യ ശക്തി തന്നെയാണ്, നമ്മളെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്ന ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചം തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏത് കാര്യങ്ങളാണെങ്കിലും വിശ്വാസപൂർവ്വമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണമായ ഫലം നമ്മളെ തേടി വരുവാൻ ഒരുപാട് കാലങ്ങളൊന്നും നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല. ഒരുപാട് പേരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അവർക്ക് ഇല്ലാതാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോകളിലൂടെ പറയുന്ന അഫർമേഷനുകളും സ്വിച്ച് വേർഡുകളും അതുപോലെ തന്നെ മന്ത്രവാക്കുകളും എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ പലർക്കും അവർക്ക് ആവശ്യമായ തുകകൾ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതും നമ്മുടെ നിത്യകാ ദേവതയുടെ മാനിഫെസ്റ്റേഷനിലൂടെ. ഇങ്ങനെ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ സാധിച്ച പലതരത്തിലുള്ള സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, മാനിഫെസ്റ്റേഷനുകൾ എന്നിവയെല്ലാം നമ്മുടെ ഈ വീഡിയോകളിലൂടെ ഇട്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുവാനുണ്ട്. മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേർ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, വാട്സാപ്പ് ചെയ്യുന്നുണ്ട്. പലരും അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അവരുടെ കയ്യിലെല്ലാം അത് റിസീവ് ആയിട്ടുണ്ട് എന്ന് മെസ്സേജുകളും വരുന്നുണ്ട്. അതുമാത്രമല്ല, ഞാനിവിടെ പുതിയ ഒരു പ്രോഡക്റ്റും കൂടി നിങ്ങളോട് പരിചയപ്പെടുത്തുന്നുണ്ട്. പല വീഡിയോകളിലൂടെയും നമ്മുടെ ആത്മീകം ചാനലിലൂടെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് കരുങ്കാളി മാല എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുവാനും നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവ് ഓറ രൂപപ്പെടുത്തുവാനും സാധിക്കുന്ന ഒന്നാണ് ഈ കരുങ്കാളി മാല എന്ന് പറയുന്നത്. പലരും ഇത് ബ്രേസ്ലെറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മുത്ത് മാത്രം ചരടിൽ കോർത്തുകൊണ്ടും ധരിക്കുന്നവരുണ്ട്. വെള്ളിയിൽ കരിങ്കാളി മാല കെട്ടി ധരിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. നമ്മുടെ കയ്യിൽ നൂലിൽ കോർത്ത കരിങ്കാളി മാല അവൈലബിൾ ആണ്. നമ്മളിത് 7, 21, 48 എന്നീ ദിവസങ്ങളിലെ പൂജയ്ക്ക് വെച്ചതിനു ശേഷമാണ് നമ്മുടെ ആവശ്യക്കാർക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പലരും കരിങ്കാളിമാല അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവർക്കും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുക്കാം. അത് വാട്സാപ്പ് ഓൺലി നമ്പറാണ്. ആ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അത് മണി ബ്രേസ്ലെറ്റ് ആണെങ്കിലും കരിങ്കാളി മാലയാണെങ്കിലും കരിങ്കാളി ബ്രേസ്ലെറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ദൃഷ്ടിദോഷം മാറുവാനുള്ള എവിൽ ഐ ബ്രേസ്ലെറ്റ് ആണെങ്കിലും, ഇനി അതല്ല മാഗ്നറ്റ് ബ്രേസ്ലെറ്റുകളാണെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, റിപ്ലൈ ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഇന്ന് മറക്കാതെ നമ്മുടെ ഇടതു കൈയുടെ നടുവിരലിൽ 888 എന്നുള്ള സംഖ്യ എഴുതി കിടക്കുക എന്നുള്ളതാണ്. ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. തുടർച്ചയായിട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല. അതുമാത്രമല്ല, അത് എഴുതിയത് മാഞ്ഞു പോയാലും സാരമില്ല. നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ മറക്കാതെ ഇതൊന്ന് ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ കരുതി എഴുതി നോക്കുക. വെറും 8 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിറവേറിക്കിട്ടും. പെട്ടെന്ന് ആവശ്യങ്ങൾ എന്താണോ, പണ ആവശ്യങ്ങളാണെങ്കിൽ അത് നമ്മുടെ കയ്യിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.